വെൽക്കം ടു എഡിക്കാനറ്റ് ഡെയിലി കറണ്ട് അഫയേഴ്സ്. ഇന്ന് നമ്മൾ സെപ്റ്റംബർ 28 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ന്യൂസ് നിന്ന് സുപ്രീം കോർട്ട് റാബ്സ് എയർ ക്വാളിറ്റി പാനൽ ഓവർ പൊല്യൂഷൻ ഇൻ ക്യാപിറ്റൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു വിമർശനമാണ്. സുപ്രീം കോടതി CAQMനെ, അതായത് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ വിമർശിച്ചിട്ട് കൊണ്ടുള്ള ഒരു ന്യൂസാണിത് വരുന്നത്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജസ് ആയിട്ടുള്ള അബായസ് ഓക്കേഡിയും അതേപോലെ തന്നെ അഗസ്റ്റിൻ ജോർജ്, ഈ രണ്ട് ജഡ്ജസും കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ വിമർശിച്ചുകൊണ്ടൊരു പറഞ്ഞൊരു പ്രസ്താവനയാണ് ഈ ഒരു ന്യൂസിൽ വരുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് സ്റ്റബിൾ ബേണിങ്ങിനെ കുറിച്ചിട്ട് വന്ന ഒരു ന്യൂസാണ്. സ്റ്റബിൾ ബേണിംഗ് എന്ന് പറഞ്ഞത് ഈ നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ഈ നമ്മുടെ ഗോതമ്പ് അല്ലെങ്കിൽ നെൽകൃഷി കഴിഞ്ഞിട്ട് ഗോതമ്പ് കൃഷി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈ നെൽകൃഷിയുടെ അവശിഷ്ടങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ പാടങ്ങൾ കത്തിക്കും, വൈക്കോലെല്ലാം കത്തിക്കും. അപ്പോൾ അങ്ങനെ കത്തിക്കുന്നതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷന് കാരണം. അപ്പം അത് കത്തിക്കരുത് അല്ലെങ്കിൽ കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളും നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അതേണക്ക് തന്നെ ഇത് കത്തിക്കുന്നവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിയമ നടപടികളൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ള കുറേ ന്യൂസസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഇപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആളുകൾ ഇപ്പോഴും അത് സ്റ്റബിൾ ബേണിംഗ് ചെയ്യുന്നു. അങ്ങനെ റീസെൻ്റായിട്ട് സ്റ്റബിൾ ബേണിംഗ് ചെയ്യുകയും എന്നാൽ ആ സ്റ്റബിൾ ബേണിംഗ് ചെയ്തിട്ട് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ CAQM എന്ത് ഉത്തരവാണ് അതിനെതിരെ എടുത്തത്, അല്ലെങ്കിൽ ആ വയലേറ്റേഴ്സിന് എന്ത് നടപടിയാണ് എടുത്തത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് കറക്റ്റായിട്ട് താക്കീത് കൊടുത്തിട്ട് ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ അവർ അതേണക്കിന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അടുത്തൊരു ഹിയറിങ്ങിൽ, ഇത് ഈ ഒരു കേസിൻ്റെ അടുത്ത ഹിയറിങ്ങിൽ കറക്റ്റായിട്ട് ആ വയലേറ്റേഴ്സിന് എന്ത് ശിക്ഷ കൊടുത്തു എന്നുള്ള കാര്യം പറയണം എന്നുള്ള രീതിയിൽ തന്നെയാണ് CAQMന് ഇപ്പോൾ ഒരു താക്കീത് കൊടുത്തിരിക്കുന്നത്. ഇനി CAQMനെ പറ്റി പറയാം. CAQM എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. ഇത് 2021 നിലവിൽ വന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ NCR റീജിയൻസിൽ, അതായത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻസിൽ, മെയിനായിട്ടും ഡൽഹി റീജിയനിൽ, നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ അവിടുത്തെ എയർ ക്വാളിറ്റി ഇഷ്യൂസിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പോളിസി ഫോർമേഷൻ, അവയർനെസ് പ്രോഗ്രാംസ്, കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിങ്. പോളിസി ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ചേർന്നല്ലെങ്കിൽ എയർ പൊല്യൂഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള രീതിയിലുള്ള പോളിസീസും അല്ലെങ്കിൽ അതിനുള്ള സ്റ്റെപ്സും റെമഡീസും ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫോം ചെയ്യുക. ദെൻ അതിനുശേഷം അത് ജനങ്ങളിലേക്ക് അവയർനെസ് ആയിട്ട് എത്തിക്കുക. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് ഫോംസ് എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ആ പോളിസീസിനെ എന്ത് ചെയ്യുക, നടപ്പാക്കുക. ദെൻ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഇത് ഇത്രയുമാണ് CAQMൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ്. സ്റ്റീൽ മിനിസ്ട്രി മൂവ്സ് ടേക്കിംഗ് അപ്പ് ഫിനാൻസിങ് ഓപ്ഷൻസ് ഫോർ ഡീകാർബണൈസേഷൻ പ്രോജക്റ്റ്. ഇതെന്ന് പറയുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രി. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റീൽ മാനുഫാക്ചറിങ്ങിൽ ലോകത്ത് തന്നെ 2ാം സ്ഥാനത്താണ് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് ശേഷം 2ാമത് ലോകത്തിന് ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ വർഷത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്രൂഡ് സ്റ്റീൽ ആണെങ്കിൽ അത് 125.35 മില്യൺ ടൺസും, ഇനി ഫിനിഷ്ഡ് സ്റ്റീൽ ആണെങ്കിൽ അത് 121.29 മില്യൺ ടൺസുമാണ് ഈ വർഷത്തെ ഇന്ത്യയുടെ സ്റ്റീൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് വെസ്റ്റ് ബംഗാളാണ്. ഇത്രയും സ്റ്റേറ്റ്സാണ് ഏറ്റവും കൂടുതൽ സ്റ്റീൽ മാനുഫാക്ചറിങ്ങിൽ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ന്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനീസിന് എന്തായാലും എന്തുണ്ടാവും, വേസ്റ്റസ് ഉണ്ടാവും. വേസ്റ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമുക്ക് വരുന്ന വേസ്റ്റ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫറിൻ്റെ ഓക്സൈഡ്സും നൈട്രജൻ്റെ ഓക്സൈഡ്സും, ഇത് കൂടാതെ സോളിഡ് വേസ്റ്റും ഒക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. സോ അപ്പോൾ ഈ വേസ്റ്റുകൾ പുറത്തേക്ക് വരുന്നതനുസരിച്ച് നമുക്ക് എന്ത് കൂടും, പൊല്യൂഷൻ കൂടും അല്ലേ. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരുപാട് ടാറ്റ സ്റ്റീൽ ഇൻഡസ്ട്രിയും എല്ലാം ഒരുപാട് മെഷേഴ്സ് കൊണ്ടുവന്നിട്ട് സീറോ കാർബൺ എമിഷൻസ് ആക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും PLI കണക്കത്തുള്ള സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഡീകാർബണൈസേഷൻ പ്രോജക്ട്സ് നടത്താനാണ് തീരുമാനം. അപ്പോൾ എന്താ PLI എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് എന്നാണ് ഒരു രീതി. പെർഫോമൻസ് ലിങ്ക്ഡ്
ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഈ ഒരു സ്കീമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ആ ഒരു കാർബൺ എമിഷൻ കുറച്ചിട്ട് നല്ല ഒരു പൊല്യൂഷൻ കുറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരാനാണ് നമ്മുടെ ഗവൺമെൻറ് തീരുമാനം എന്നുള്ള ന്യൂസാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, പരം രുദ്ര ലോഞ്ച്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിട്ട് പുതിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ലോഞ്ച് ചെയ്തത് 3 പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് ലോഞ്ച് ചെയ്തത്. ഇത് NSMൻ്റെ കീഴിലായിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനാണ് NSM. ഇനി ഈ PRSലെ 3 പരം സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് CDAC ആണ്. ഇത് ഡൽഹി, പൂനെ, കൊൽക്കട്ടയിലേക്ക് എംപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി NSMനെ പറ്റി പറയുകയാണെങ്കിൽ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനാണ്. 2015 വന്നതാണ്. ഒരു 7 വർഷത്തെ പ്രോഗ്രാമാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റിസർച്ച് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക, സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ചസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടേഴ്സിന് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് NSM നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. 2015 അത് വന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് CDAC ഇപ്പോൾ എന്ത് ചെയ്തത്, 3 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ലോഞ്ച് ചെയ്തത്. ആ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ പേരാണ് പരം രുദ്ര. നെക്സ്റ്റ്, ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യ യങ് ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി. അതായത് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനുമായിട്ട് ഒരു BIT ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ്. ഇത് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് ഉസ്ബെക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാൻ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിലും സേഫായിട്ട് അവരുടെ ഇൻവെസ്റ്റിംഗ് നടത്താനും അതുവഴി എല്ലാ രീതിയിലും എന്ത് ചെയ്യാനായിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നും വരാതെ ഒരു പീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി സൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കായിട്ട് അത് സൈൻ ചെയ്തത് നിർമ്മല സീതാരാമനും. അതിന് പകരം ഉസ്ബെക്കിസ്ഥാനിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ്. അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായ കൊദ്ജെയ് ജംഷിദാണ്. ഇത് സൈൻ ചെയ്ത് താഷ്കണ്ടിൽ വെച്ചിട്ടാണ്. ഓക്കെ, താഷ്കണ്ടാണ് ഇത് സൈൻ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, UK ബാക്സ് പെർമനൻറ്റ് സീറ്റ് ഇൻ UNC കൗൺസിൽ ഫോർ ഇന്ത്യ. അതായത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയുന്ന ന്യൂസാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മെമ്പർഷിപ്പിന് അതെല്ലാം റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇന്ത്യയും ട്രൈ ചെയ്യുന്നു. ഇന്ത്യ, ആഫ്രിക്ക, ബ്രസീൽ, ജപ്പാൻ, ജർമ്മനി ആൻഡ് UK ആണ് ഇപ്പോൾ അത് മെമ്പർഷിപ്പിനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ റഷ്യ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ആര് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്, ഫ്രാൻസ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് വരുന്നത്. ഫ്രാൻസും സപ്പോർട്ട് ചെയ്തു, റഷ്യ സപ്പോർട്ട് ചെയ്തു, ഫ്രാൻസ് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷാണ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റേഴ്സാണ് എന്ത് ചെയ്യുന്നതിനെ സപ്പോർട്ട്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടെ കെയർ സ്റ്റാർമറാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഓർഗനൈസേഷനായിട്ട് മാത്രം ഒതുങ്ങി പോവാതെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യാൻ UN പറ്റണം. അതുകൊണ്ടാണ് സെക്യൂരിറ്റി കൗൺസിൽ ഇലാബറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കപ്പാസിറ്റി ഉള്ളവരെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടെ കെയർ സ്റ്റാർമർ പറയുന്നത്. IIA finds proof of interaction between radio jet interstellar gases. IIA എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു ഗാലക്സിയിൽ നമുക്കൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഗാലക്സി, ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയ എന്നാണ് അതിനെ പറയുന്നത്. അതിൽ നിന്ന് റേഡിയോ ജെറ്റ് എമിറ്റ് ചെയ്തതായിട്ട് ഒരു കണ്ടുപിടുത്തം വന്നു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം വരത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എമിഷൻ വരത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഡോർഫ് ഗാലക്സിയിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഇത്രയും ഇതായിട്ടുള്ള റേഡിയോ ജെറ്റ്സ് പുറത്തു വരത്തില്ല. അപ്പോൾ അവിടെ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളൊരു പുതിയ കണ്ടുപിടുത്തമാണ് വന്നിരിക്കുന്നത്. ഇനി എന്താണ് റേഡിയോ ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, is a material that's swept from the center of some galaxies. ഗാലക്സിയുടെ സെൻറ്റേഴ്സിൽ നിന്ന് പുറത്തേക്ക് വിടുന്നതാണ്. പക്ഷേ അതെന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡ്, ഓൾമോസ്റ്റ് ലൈറ്റിൻ്റെ സ്പീഡായിരിക്കും. അത് കണക്കിന് റേഡിയോ വേവ്സിൻ്റെ അത്രയും പവർഫുള്ളാണ്. സ്ട്രോങ് റേഡിയോ വേവ്സ് ആയിരിക്കും. പക്ഷേ അവർക്ക് എൻ്റെ സ്പീഡ് എന്തായിരിക്കും, സ്പീഡ് ഓഫ് ലൈറ്റ് ആയിരിക്കും. ഇത് ആരാണ് പുറത്തുവിടുന്നത്, ഗാലക്സീസ് ആണ് പുറത്തുവിടുന്നത്. പക്ഷേ ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയ എന്ന് വെച്ചാൽ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഗാലക്സി. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഇൻഡസ്ട്രിയൽ മീഡിയംസിലോട്ട് ഇങ്ങനെ റേഡിയോ ജെറ്റ് എമിറ്റ് ചെയ്യും എന്നുള്ളത് നമ്മളിതുവരെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇനി നടക്കത്തേ ഉള്ളൂ. വെറ്ററൻ ബ്രിട്ടീഷ് ആക്ടർ മാഗി സ്മിത്ത് ഡയസ്. അപ്പോൾ അടുത്ത ഒരു ഒബിച്വറിയാണ്. ബ്രിട്ടീഷ്
ആക്ട്രസ് ആയിട്ടുള്ള മാഗി സ്മിത്ത് അന്തരിച്ചു എന്നുള്ള ന്യൂസാണ്. പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 2 ഓസ്കാർ അവാർഡ്, 3 ഗോൾഡൻ ഗ്ലോബ്, 5 ബാഫ്ത അവാർഡ്സ് ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ഫേമസ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഗോസ്ഫോർഡ് പാർക്ക്, ദ ബെസ്റ്റ് എക്സോട്ടിക് മാരിഗോൾഡ് ഹോട്ടൽ, ദ ലേഡി ഇൻ ദ വാൻ, ഡൗൺ ടൗൺ ആബെ ആൻഡ് ഹാരി പോട്ടർ. ഇത്രയുമാണ് ഫേമസ് ഫിലിം എന്ന് പറയുന്നത്. സോ പേരെന്താണ്? മാഗി സ്മിത്ത്. ഏത് നാഷണാലിറ്റി എന്ന് പറയുന്നത് UK ആണ്, അല്ലെങ്കിൽ ബ്രിട്ടൻ ആണ്. ഓക്കെ, നെക്സ്റ്റും ഒരു ഒബിച്വറിയാണ്. ഇംഗ്ലീഷ് പോയറ്റായിട്ടുള്ള KG ദർവാല അന്തരിച്ചു എന്നുള്ളൊരു ന്യൂസാണ്. അപ്പോൾ KG ദർവാളെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് ഫസ്റ്റ് IPS ഇന്ത്യൻ പോലീസ് സർവീസിൽ 1958 ജോയിൻ ചെയ്തു. അതിനുശേഷം അവിടുന്ന് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ചരൺ സിംഗ് ഗവൺമെൻറ്റിൽ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ആയിട്ട് ഓൺ ഇൻഡസ്ട്രിയൽ അഫയേഴ്സിലായിട്ട് ആ ഒരു വിങ്ങിലേക്ക് മാറി. അപ്പോൾ ആദ്യം ഇന്ത്യൻ പോലീസ് സർവീസ് ആയിരുന്നു. അവിടുന്ന് ചരൺ സിംഗ് പ്രൈം മിനിസ്റ്ററിൻ്റെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ഓൺ ഇൻറ്റേർണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. അവിടെ നിന്ന് റോയിലേക്ക് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിലേക്ക് വർക്ക്. അപ്പോൾ ഈ ഇത്രയും മേഖലകളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ഇംഗ്ലീഷ് പോയറ്റായിട്ടുള്ള KG ദർവാലയാണ് അന്തരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്തു, പിന്നീട് പ്രൈം മിനിസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ അഫയേഴ്സ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു, അതിനുശേഷം റോയിലും വർക്ക് ചെയ്തു, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ വർക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയട്രിയാണ് അണ്ടർ ഓറിയോ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയട്രിയാണ് എന്തെന്ന് പറയുന്നത് അണ്ടർ ഓറിയോൺ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് 1984 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇത് ഇദ്ദേഹം 2015 ഒക്ടോബറിൽ തിരിച്ചു നൽകുകയും ചെയ്തു. സോ ഇതോടെ ഇന്നത്തെ ന്യൂസ് കംപ്ലീറ്റ് ആണ്. അടുത്ത ദിവസം വേറെ ന്യൂസായിട്ട് കാണുന്നവരെ ബൈ.